ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു എപ്പിസോഡാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന ഭയങ്കര സങ്കടത്തിലാണ്. റിജിതാമ്മയുടെ ഫോട്ടോ നോക്കി നിന്ന് ഇങ്ങനെ കരയുകയാണ്. എന്തിനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും കാണാനും അവരുടെ കൂടെ കഴിയാനും വേണ്ടിയല്ലേ. പക്ഷേ മമ്മിക്ക് വാക്ക് തന്ന പല കാര്യങ്ങളും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ആ രഹസ്യം എൻ്റെ അടുത്ത് നിന്ന് തന്നെ പുറത്തറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ റിജിത മമ്മി അലീനയോട് സംസാരിക്കുന്നതായിട്ട് അലീനയ്ക്ക് തോന്നുകയാണ്. മമ്മി പറയും, അതൊന്നും സാരമില്ല, നീ ഇതുവരെ ചെയ്തതെല്ലാം ശരിയാണ്. ഈ വീട്ടിലുള്ളവർക്ക് നീ നേർവഴി കാട്ടിക്കൊടുത്തു, അവരെ മുന്നോട്ട് നയിച്ചു. പിന്നെ ഒരു സത്യവും ഒരുപാട് നാട് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഒരു നാളത് പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ അലീന വളരെ വിഷമിച്ചിട്ട് ചോദിക്കുകയാണ്, എനിക്ക് അച്ഛനെ തന്നു, കൂടപ്പിറപ്പുകളെ തന്നു, എന്നിട്ട് ഞാനിപ്പോൾ എല്ലാവരെയും ഇട്ടിട്ട് പോവുകയാണ്. ഞാൻ പോകേണ്ടവൾ തന്നെയാണോ? അപ്പോൾ രജിത മമ്മി പറയാണ്, നീ ചെയ്തതാണ് ശരി. നീ ഇവിടെ നിന്ന് പോകേണ്ടവൾ തന്നെയാണ്. ഈ വീട്ടിലെ നിന്റെ കടമകൾ കഴിഞ്ഞു. ഇനി നിന്റെ കാരുണ്യം ആവശ്യമുള്ളവർ ഉണ്ട്. അവർക്കായി നീ പോയേ പറ്റൂ. ഇത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് രജിത മമ്മി പറയുമ്പോൾ അലീന പിന്നെയും ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും നഷ്ടമായില്ലേ എന്നൊക്കെ. അപ്പോൾ രജിത മമ്മി പറയും, ഇനി അവരെ തിരുത്തേണ്ടത് അവർ തന്നെയാണ്. പശ്ചാത്തപിക്കുന്നവർക്കും തെറ്റുകൾ തിരുത്തുന്നവർക്കും ജീവിതം ശരിയായി വരും. ഇനി നീ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നീ പോകാൻ തയ്യാറായിക്കോളെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നും. താൻ പോകേണ്ടവൾ തന്നെയാണെന്ന് മനസ്സിനെ അങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കും അലീന. എന്നിട്ടൊരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നതാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനനെ വിളിക്കുന്നുണ്ട്. അലീന വന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ന് എന്നെ കിച്ചണിൽ കയറ്റിയില്ല അച്ഛാ, കൃഷ്ണയും ബബിതയും കൂടി എന്നെ ഇറക്കി വിട്ടുവെന്ന്. അത് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബബിതയോട്, നീ അവളുടെ സാമ്രാജ്യം ഏറ്റെടുത്തോന്നും. അപ്പോൾ ബബിത പറയാണ്, ഞങ്ങൾക്കറിയാം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ. ഇത്രയും നാൾ സേവിച്ചില്ലേ, അത് മതി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത്രയും നാൾ സേവിച്ചതിന് എനിക്ക് പോകുമ്പോൾ ക്യാഷ് പ്രൈസോ മൊമെൻറ്റോ ഒക്കെ തന്നിട്ട് വിടേണ്ടതല്ലേന്ന്. അപ്പോൾ ബബിത പറയാണ്, അതിന് നല്ല സേവനം കാഴ്ചവെച്ചവർക്കല്ലേ അതൊക്കെ തരണ്ടു. അമ്മ മൈനസ് മാർക്കല്ലേ തന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അലീനയുടെ മുഖം ഒന്ന് പോകുന്നുണ്ട്. കുറച്ച് പരിഭവത്തോടെ അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ, എൻ്റെ സേവനം അത്രയ്ക്ക് മോശമായിരുന്നോ? ആ, വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് ബബിത പറയും. അപ്പോൾ ബബിതയോടും കൃഷ്ണനോടും പറയുന്നുണ്ട്, നിങ്ങളെന്താ നിൽക്കുന്നത്, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാം, വായു ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബബിത അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുറേ നാളെ എനിക്ക് വിളമ്പി തന്നതല്ലേ, ഇനി ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് വന്ന ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് അടുക്കളയിൽ വെച്ചിട്ടാണ് ഭക്ഷണം തന്നത്. എൻ്റെ കണ്ണൊക്കെ അന്ന് നിറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ആ ചേച്ചിയാണ് എന്നെ ആശ്വസിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ദിവസം അച്ഛൻ എന്നെ ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്തി. അന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ എനിക്ക് കൂടപ്പിറപ്പുകളുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ രോഹിത്തിനൊരു സന്തോഷമില്ല. രോഹിത്ത് ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണയുടെ കണ്ണൊക്കെ ഇങ്ങനെ ആകെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതെന്നുള്ളൂ. പക്ഷേ ആർക്കും കഴിക്കാനൊന്നും തോന്നുന്നില്ല. എല്ലാവരും പകുതി കഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോവാണ്. പിന്നെയും അലീനനെ തന്നെയാണ് കാണിക്കുന്നത്. അലീന റൂമിൽ വന്നതിന് ശേഷം എല്ലാം എടുത്തു വയ്ക്കുകയാണ്. ആ നേരമാണ് മനു വിളിക്കുന്നത്. പോയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുമ്പോൾ, ഇല്ല മനുവേട്ടാ, ഞാൻ എല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇനി പോകണ്ടെന്ന് തീരുമാനിച്ചോ അതോ പോകേണ്ട ദിവസം മാറ്റി വെച്ചോ എന്നൊക്കെ ഒരു തോന്നൽ, അതറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പോൾ അലീന പറയണ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും, മനുവേട്ടനും കൂടി വന്നൂടെ എൻ്റെ കൂടെ. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ വന്നേനെ, പക്ഷേ അങ്കിളിന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്ന് അലീന ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ചിലത് നമുക്ക് പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ. മനു പറയുന്നിട്ട്, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. അപ്പോൾ അലീന പറയാണ്, ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം കേട്ടോ, എനിക്ക് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാനും. മനു ഫോൺ വെച്ച് കഴിയുമ്പോൾ അലീന പിന്നെയും ഒതുക്കി വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടി റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി ഏത് ഡ്രസ്സാണ് ഇടുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ സാരി ഉടുക്കാനാണ് പറഞ്ഞത്, പക്ഷേ എനിക്കിതൊന്നും ഉടുക്കാൻ അറിയില്ലാന്ന്. അപ്പോൾ ബബിത വന്ന് ആ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ സാരി ഉടുക്കാൻ പറഞ്ഞെങ്കിൽ അത് തന്നെ ഉടുത്താൽ മതിയെന്ന്. അപ്പോൾ അലീന പിന്നെയും പറയുന്നുണ്ട്, അതിന് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ഉടുപ്പിച്ച് തരാം, എനിക്ക് സ്വന്തമായിട്ട് ഉടുക്കാൻ അറിയില്ല എന്നുള്ളൂ, മറ്റുള്ളവർ ഉടുപ്പിക്കാൻ
സംസാരിക്കാൻ എനിക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടൊന്ന് ചേച്ചീനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അലീനേൻ്റെ സാരിയൊക്കെ ഉടുപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബബിത മുഖത്ത് ഇങ്ങനെ ടച്ചപ്പൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ അലീന ഇങ്ങനെ ഇരുന്ന് കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം ചാടുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് അത് കാണാൻ പറ്റാഞ്ഞിട്ട് ബബിതയ്ക്കും വിഷമം വരുന്നുണ്ട്. ബബിത അപ്പം ഒക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കണ്ണിന്ന് വെള്ളം ചാടുമ്പോൾ ബബിത അത് ദേഷ്യത്തോടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പോണ വഴി ബബിത കണ്ണും തുറച്ചിട്ടാണ് പോണത്. ബബിതയ്ക്കും വല്ലാത്ത വിഷമമുണ്ട്. അത് പോയി കഴിയുമ്പോൾ അലീന ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കൃഷ്ണയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ അതിലും മേലെ സങ്കടത്തിലാണ്. അപ്പോൾ എന്നിട്ട് കൃഷ്ണനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ ദുഃഖമൊക്കെ കരഞ്ഞ് തീർക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ ബാലേന്ദ്രനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ എവിടെയാണ്, ഷോപ്പിലേക്ക് ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും. അപ്പോൾ ബാലേന്ദ്രനോട് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് ഇല്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഇന്ന് അലീനേനെ കൊണ്ടുവിടേണ്ട ദിവസമല്ലേ, അവളെയും കൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഷോപ്പിലെ കാര്യങ്ങൾ താൻ മാനേജ് ചെയ്തോണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനം പറയുന്നുണ്ട്, ഓ അത് ഞാൻ മറന്നു, അപ്പോൾ ഞാൻ നോക്കിക്കോളാം ഷോപ്പിലെ കാര്യങ്ങൾ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ്റെ കൂടെ ഞാനും വരണോ, ഇല്ലെങ്കിൽ അലീനെ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റയ്ക്കാവില്ല, ഞാനും വരണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു ദിവസം അവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ടേ വരുള്ളൂ, എനിക്ക് ഇന്ന് ഇനി ഇങ്ങോട്ട് വന്ന് യാത്ര ചെയ്യാനുള്ളൊരു ഇതില്ല. എൻ്റെ ശക്തി, എൻ്റെ ഊന്നുവടി, എൻ്റെ ജീവൻ തിരിച്ചു തന്ന ആളെയാണ് ഞാൻ കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് ചാർജ് ചെയ്തെടുക്കേണ്ട ആവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധന ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിള്ളേരവിടെ ഒറ്റയ്ക്കാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവരൊന്നും ഒറ്റയ്ക്കാവില്ല, വൈജയന്തി ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾ ഇറങ്ങുന്ന സമയം നോക്കി വൈജയന്തി ഇന്ന് ഇങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളോട് യുദ്ധം വെട്ടണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഒന്ന് നേരെയാക്കി എടുക്കണ്ടേ, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അവിടെ തങ്ങണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോകാൻ റെഡിയായിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് താഴോട്ട്. ആ നേരം അവിടെ രോഹിത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ ഞാൻ ഇന്ന് തിരിച്ചു വരില്ല, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അലീനനെ കാണുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഭയങ്കര സങ്കടമാവുന്നുണ്ട് ബാലേന്ദ്രന്. അലീനയ്ക്കും ഉണ്ട് ഭയങ്കര സങ്കടമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ ആഗ്രഹിച്ചത്, പക്ഷേ സമയവും സന്ദർഭവും സാഹചര്യവും മാറിപ്പോയെന്നേ ഉള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.